ക്ലാസ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് സോൾവ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ഓണം എക്സാമിന് ന്യൂ പാറ്റേൺ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂ പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ന്യൂ പാറ്റേണിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, 24 × 15 സോൾവ് ചെയ്യാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 24 × 15 എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാർ ഇവിടെ ഉപയോഗിക്കുന്നത് റെക്റ്റാങ്കിൾ മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? റെക്റ്റാങ്കിൾ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 24 × 15 ആണ്. അപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പറാണ്. ഞാൻ ആദ്യം റെക്റ്റാങ്കിൾ മെത്തേഡ് എന്നല്ലേ പറഞ്ഞു, നമുക്കൊരു റെക്റ്റാങ്കിൾ വേണം. എന്നിട്ട് 24 കൺസിഡർ ചെയ്തിട്ടുണ്ട്. 24 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോർ ദാൻ 20 ആണ്. അപ്പോൾ 20യുടെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് നമ്പർ ആയിരുന്നു? 20 + 4. വൺസിന്റെ പ്ലേസിൽ 4 അല്ലേ? അങ്ങനെ നമുക്ക് എഴുതാം. എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി കിട്ടുന്നത് 15 ആണ് അല്ലേ? അടുത്ത നമ്പർ 15 ആണ്. അപ്പം അത് മോർ ദാൻ 20 ആണോ? അല്ല, മോർ ദാൻ 10 ആണ്. അപ്പം ഞാൻ വിചാരിച്ചു 10 + ഏതോ ഒരു നമ്പർ. അത് ഏത് നമ്പർ ആയിരുന്നു? കറക്റ്റ് ആണ്. 4 ആണോ? 4 അല്ല, 5 കേട്ടോ. 10 + 5. അപ്പോൾ ഞാൻ ഇവിടെ 20 അതുപോലെ 4 എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ കാണിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ 10 5 വെച്ചിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡിന്. അപ്പം അതും നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു, കാണിച്ചു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ബോക്സ് ആണ് ഇവിടെ കാണാം അല്ലേ? ഈ ബോക്സ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്, കണ്ടുവല്ലോ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് എത്ര ബോക്സ് ഉണ്ട് 1 2 3 4 അങ്ങനെ 4 ബോക്സിൽ നമ്മൾ ജമ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ തന്നെ സ്വയം ജമ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ഇവിടേക്ക് ജമ്പ് ചെയ്തു അല്ലെ? നമ്മൾ ജമ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടേക്ക് ജമ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ നോക്കി ജമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ടോപ്പിലേക്ക് നോക്കി, ലെഫ്റ്റിലേക്ക് നോക്കി. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് 2 നമ്പേഴ്സും? ടോപ്പിലുള്ളതും ലെഫ്റ്റിലുള്ള നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആണ് നമുക്ക് നോക്കാം. 20 കാണാനുണ്ട്, 10 കാണാനുണ്ട്. അപ്പൊ 20 10 കൂടിയിട്ട് സാർ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. 20 20 അല്ല, 20 10. അപ്പൊ 20 × 10 ചെയ്തപ്പോ ഇവിടെ 0 എൻഡിലുള്ള സീറോസ് സാറ് മൈൻഡേ വെക്കണില്ല. ബാക്കി 2 നമ്പേഴ്സ് സാർ മൈൻഡ് വെച്ചിട്ട് ഇൻഡ് ചെയ്തു. 2 × 1. ആൻസർ സാറിനും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലെ? 2 ആണ്. അതുപോലെ ഇനി മൈൻഡ് വെക്കാത്ത 2 സീറോസ് ഉണ്ടായിരുന്നില്ലേ? അത് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? 200. ആൻസർ എന്താണ്? 200 കിട്ടും അല്ലെ? സാർ ഇവിടെ ബോക്സിൽ 200 കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടുവോ? കണ്ടു. ഇനി അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോ ഈ ബോക്സിലല്ല, അടുത്ത ബോക്സിലേക്ക് ജമ്പ് ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് ഒറ്റ ജമ്പിങ് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ അത് മാത്രം എഴുതിയാ പോരെ? യെസ്, ജമ്പ് ചെയ്തു. അപ്പൊ അവിടെ നോക്കുമ്പോ ഇതേപോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ടോപ്പിലേക്കും അതുപോലെ ലെഫ്റ്റിലേക്കും നോക്കാം. അപ്പൊ ടോപ്പിൽ നോക്കുമ്പോ 4 കാണാനുണ്ട്, ലെഫ്റ്റിൽ നോക്കുമ്പോ 10 കാണാനുണ്ട്. അപ്പൊ സാറ് ഇവിടെ ചെയ്തിട്ടുണ്ട്, കണ്ടുവോ? നോക്കി എന്താ ചെയ്തേ? 4 × 10. 4 ടോപ്പിലുള്ളതാണ്, 10 ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അപ്പൊ ലെഫ്റ്റിലേക്ക് നോക്കി 10, ടോപ്പിലേക്ക് നോക്കി 4. അപ്പൊ 4 × 10 40. ഇതേപോലെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ലല്ലോ, ഇങ്ങനെ ജമ്പ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം എവിടേക്ക് എത്തി? ഇവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കിനി. ഓക്കെ, ഇവൻ ഇപ്പൊ ഇവിടെയാണ്, ജസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ടോപ്പിലുള്ള നമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്? 4 ആണ്. ഇനി ലെഫ്റ്റിലെ നമ്പേഴ്സും ചേഞ്ച് ആയിട്ടുണ്ട്. അതേതാണ്? 5 ആണ്. അപ്പൊ 4 × 5 ആണ് ആൻസർ വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ഗെയിം കളിക്കുക എന്നുള്ള രീതിയിൽ പഠിക്കുക.
അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? 4 into 5 ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാനിരുന്നപ്പോ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ 20 into 10 ചെയ്തു. ഇവിടെ ആയിരുന്നു ഞാനിരുന്നപ്പോ ടോപ്പിൽ 4 10 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4 into 10. ഇനി ഒരൊറ്റ ആളെയും കൂടിയും കൺസിഡർ ചെയ്താൽ മതി. അതാരാണ്? ഈ ഒരു ബോക്സ്. ഈ ബോക്സിൽ നോക്കുമ്പോൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടോപ്പില് 20യും ലെഫ്റ്റില് 5 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സാർ എന്ത് ചെയ്യണം? 20 into 5 ചെയ്യണം. 20 into 5. അപ്പൊ ഇതേപോലെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട്. കാണൂ കേട്ടോ. അപ്പൊ 20 into 10 ചെയ്തു. 20 into 10 ചെയ്തപ്പോ സാറിന് കിട്ടിയത് 200 ആണ്. 20 into 10 ചെയ്തപ്പോ സാറിന് എൻ്റെ ഉള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്തിട്ടില്ല. 1 into 2 2 ആണ്. എന്നിട്ട് 2 zeros ആഡ് ചെയ്തു. ഇനി 4 into 10 നമുക്ക് എല്ലാവർക്കും അറിയാം. 10 into 4 40 ആണ്. അതേപോലെ 20 into 5 അതിന് ട്രിക്ക് പറഞ്ഞുതരാം. എൻ്റെ ഉള്ള സീറോസ് കൺസിഡർ ചെയ്യരുത്. ഇപ്പൊ ഫസ്റ്റ് കൺസിഡർ ചെയ്യണ്ട. 2 into 5 ചെയ്യുക. ആൻസർ 10 അല്ലേ? ദെൻ ആഡ് 0 1 0 ഒരു 0 മാത്രമേ കൺസിഡർ ചെയ്യാതിരുന്നുള്ളൂ. ആ ഒരു 0 ആഡ് ചെയ്യുക. ഈസിയാണ്. 4 into 5 20 ആണ് എന്നുള്ളത് ആർക്കറിയാം? എൻ്റെ കുട്ടികൾക്ക് അറിയാം എന്നുള്ളത് സാറിന് മനസ്സിലായി. അപ്പൊ അത് എല്ലാ നമ്പേഴ്സും കൂടിയിട്ട് എന്ത് ചെയ്യണം? ഇനി ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ 200 40 100 20 ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 കിട്ടാം. ഓക്കെ, 360 കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6ന്റെ ടേബിളിൽ 6 വരുന്നുണ്ടോ നോക്കിയാൽ മതി. 24 വരുന്നുണ്ടോ നോക്കാം. 6ന്റെ ടേബിൾ എടുക്കുക അല്ലെ? 6ന്റെ ടേബിൾ ആണ് എങ്ങനെ മനസ്സിലായി? 6 into ഏതോ ഒരു നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 24 കിട്ടിയിട്ടുള്ളത്. അപ്പൊ 6ന്റെ ടേബിൾ കൺസിഡർ ചെയ്താൽ മതി. ഈസി ആയിട്ട് 6ന്റെ ടേബിൾ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ 6 into ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 24 കിട്ടുക എന്നുള്ളത് തിങ്ക് ചെയ്യുക. എന്തായാലും 6 into 10 ചെയ്യുമ്പോൾ 24 കിട്ടുമോ? 10 into 6 24 ആണോ? അല്ല, 60 ആണ്. അപ്പൊ നമ്മള് 10 അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി 5 into 6 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടണുണ്ടോ? ഇല്ല, 30 കിട്ടുള്ളൂ. അപ്പൊ 4 into എന്ത് ചെയ്താലാണ് 24 കിട്ടുക? 4 into 6 ചെയ്യുമ്പോഴാണ് 24 കിട്ടിയത് അല്ലെ? അല്ലെങ്കിൽ 6 into 4 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടിയത്? 24 കിട്ടിയത്. കുട്ടികള് കുറച്ച് നമ്പേഴ്സ് എടുത്ത് അത് ചെയ്തു നോക്കാം. അപ്പൊ അതിനടുത്ത് വരുന്ന നമ്പേഴ്സ് നമുക്ക് കുറെ നമ്പേഴ്സ് കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? 6 into 5. അപ്പൊ 6 times 5 ചെയ്തു. പക്ഷെ കാര്യമില്ല, നമുക്ക് അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 4 times 6 ചെയ്താൽ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? 24 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ 4 ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടോ. ഇപ്പൊ തന്നെ എഴുതിയെടുക്കുക. ഇത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കാണാൻ പറ്റില്ല. അപ്പൊ 6 into 4 ചെയ്യുമ്പോഴാണ് 24 കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് 12 into 13 തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അടുത്തതിൽ നോക്കുമ്പോൾ 12ന് ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ 12നെ ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ 12നെ പിന്നെ നമ്മൾ നോക്കേ വേണ്ട. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് 30 ആണ്. അപ്പൊ 30ക്ക് എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നോക്കി എവിടെ എടുത്ത് ചെയ്താ അല്ലെ? 30 equal to dash into 3. അപ്പൊ സാറ് പറഞ്ഞു തന്നിട്ടായിരുന്നു, ഒരു ട്രിക്ക് പറഞ്ഞിരുന്നു. നമുക്ക് എങ്ങനെ 3 കിട്ടുക? 3 into ഏത് നമ്പർ ചെയ്യുമ്പോഴാ 3 കിട്ടുക? 3 into ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 3 കിട്ടും. എപ്പോഴാ 3 കിട്ടുക? യെസ്, 1. 3 into 1 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 3 കിട്ടുക. നമുക്ക് 30 വേണ്ടേ? ഈ 3 മാറാനും പാടില്ല. അപ്പൊ നമുക്ക് എവിടെ ആഡ് ചെയ്യേണ്ടത്? 0. യെസ്, എന്താ ആഡ് ചെയ്യണം? 0. അപ്പൊ എവിടെ ആഡ് ചെയ്യണം? ഈ 1ന്റെ പ്ലേസിൽ. അപ്പൊ 3 into 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30. ഓക്കെ, ഇതേപോലെ കുട്ടികൾ മാറ്റി മാറ്റി നമ്പേഴ്സ് മാറ്റിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇത് എന്ത് ഈസി, ഇതൊന്നും മാറ്റിയിട്ട് ചെയ്യുന്നേ വേണ്ട, എനിക്കറിയാം എന്നുള്ളൊരു ഇതാ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഈസ് ഈക്വൽ ടു 12 into 13 ആണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 12 into 13നോട് ഈക്വൽ ആവുന്ന ഓപ്ഷൻ ഇതിലുണ്ട്.
12 into 13 ഈക്വൽ ആവുന്ന ഓപ്ഷൻ ഇതിലുണ്ട്. എ, ബി, സി, ഡി. ഇതിൽ ഏത് ഓപ്ഷനാണ് 12 into 30 ഈക്വൽ? നോക്കേണ്ടത് ഇവിടെ ഒരു പ്രശ്നം വരിക, അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 2 ഓപ്ഷൻ ശരിയാണ്, 2 ഓപ്ഷൻ ഈക്വൽ ആണ് 12 into 30. ഫസ്റ്റ് യു ഫൈൻഡ് ഔട്ട് 12 into 30. 12 into 30 എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ആ 0 കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 12 into 3 എന്ന് പറയുന്നത് 360 കിട്ടും. ഓക്കെ, ലാസ്റ്റ് 0 ആഡ് ചെയ്താൽ മതി. 36 കിട്ടിയിട്ട് ലാസ്റ്റ് 0 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 12 into 30യുടെ ആൻസർ 360 ആണ്. ഇനി ഇതിൽ ഏത് ഓപ്ഷനാണ് 360യോട് ഈക്വൽ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് 4 ഓപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു നോക്കുക, എന്നിട്ട് കണ്ടുപിടിക്കും. കുട്ടികൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചെയ്തു നോക്കോ, ഇതേപോലെ ചെയ്തു നോക്കാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ നമ്പർ എടുത്തു. 12 into 16 ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ റെക്ടാങ്കിൾ മെത്തേഡ് വെച്ചിട്ടാണ് സാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ 12നെ സ്പ്ലിറ്റ് ചെയ്തു. 12നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ 10 ആണ്. അപ്പൊ 10 പ്ലസ് ഏത് നമ്പർ ചെയ്യണം? 2. അപ്പൊ 10 2. ഇനി 16 എങ്ങനെ കിട്ടുക? 10 പ്ലസ് 6 ചെയ്തു. അപ്പോൾ ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് എന്റെ ഇപ്പോ ഞാൻ ഇവിടെയാണ് നിൽക്കണേ, ഈ ബോക്സിലാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ടോപ്പിലും ഏത് നമ്പറാണ്? 10, ലെഫ്റ്റില് 10. അപ്പൊ 10 into 10 ചെയ്തു. ഇനി ടോപ്പിൽ ഇവിടെ നോക്കുമ്പോൾ 2, ലെഫ്റ്റില് 10. അപ്പോ 10 into 2 ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ ടോപ്പില് 10, ഇവിടെ 6 അല്ല, ലെഫ്റ്റില് 6. അപ്പൊ 10 into 6 ചെയ്തു. ഇവിടെ ടോപ്പില് 2, ലെഫ്റ്റില് 6. അപ്പൊ 6 into 2 ചെയ്യണം. അങ്ങനെ ഈ കിട്ടിയ എല്ലാ നമ്പേഴ്സും കൂടിയിട്ട് ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 192 ആണ്. ഇതേപോലെ ഇവിടെ നോക്കുമ്പോൾ ഇത് മോർ ദാൻ 10 അല്ല 20 അല്ല, 1 ഡിജിറ്റ് ആണ് അല്ലെ? 1 ഡിജിറ്റ് അതേപോലെ നിർത്താം. ഇവിടെ നോക്കുമ്പോൾ അടുത്ത നമ്പർ 28 ഉണ്ട് അല്ലെ? 28 എന്ന് പറയുമ്പോൾ 20 പ്ലസ് എന്തായിരുന്നു? അതെ, 20 പ്ലസ് 8 ആണ്. 20 പ്ലസ് 8 ആണ് എന്ത്? 28. അപ്പോ ഈ ബോക്സിൽ ഞാൻ ഇവിടെയാണ് നിൽക്കണേ. അപ്പൊ ടോപ്പിലേക്ക് നോക്കി, ലെഫ്റ്റിലേക്ക് നോക്കി. അപ്പൊ 20 പ്ലസ് 8 എന്ന് കിട്ടി. 20 പ്ലസ് 8 എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 2 into 8 16 ആണ്. ദെൻ ആഡ് 0. അതേപോലെ ഈ ബോക്സിലേക്ക് എത്തിയിട്ട് ലെഫ്റ്റിലേക്ക് നോക്കി 8, ടോപ്പിൽ നോക്കുമ്പോൾ 8 into 8 64 ആണ്. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക. 160 64ഉം ആഡ് ചെയ്യുമ്പോൾ 224 കിട്ടി. ഇതേപോലെ എല്ലാം നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് സാറിന് കിട്ടും. എന്നിട്ട് പറയാ കേട്ടാ, ബിയും സിയും 360 കിട്ടി. ബിയും സിയും 360 കിട്ടി. ബാക്കി ഒന്നും എനിക്ക് എന്ത് ചെയ്തിട്ടില്ല? 360 കിട്ടിയില്ല. ഓക്കെ, അപ്പോ ബിയും സിയും ആണ് ആൻസർ. അപ്പൊ ബി ആൻഡ് സി ഈസ് കറക്റ്റ്. ഓക്കെ, ബി ആൻഡ് സി ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഈക്വൽ ടു 25 into 40? 25 into 40യോട് ഈക്വൽ അല്ലാത്തത് ഇതിൽ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 25 into 40യോട് ഈക്വൽ അല്ലാത്തത് ഇതിൽ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ട്രിക്ക് പറഞ്ഞുതരാം. നോക്കൂ, 25 നമുക്ക് കിട്ടേണ്ടത് 25ഉം 40 ആണ്. 25ഉം 40ഉം ഇൻറ്റു ചെയ്ത 25 into 40 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 25 4 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 അല്ലേ? ഹൗ ടു ഗെറ്റ് 25 പ്ലസ് 25 പ്ലസ് 25 പ്ലസ് 25 100 ആണ്. അതിനൊരു 0 കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1000 കിട്ടും. ഇനി ഇങ്ങോട്ട് ഒന്ന് മാച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ ഇതിൽ നോക്കുമ്പോൾ 10 പ്ലസ് 15 തന്നിട്ടുണ്ട്. 10 പ്ലസ് 15 ആണ് നമുക്കറിയാം 25. 10 പ്ലസ് 15 എന്താണ്? 25 ഇൻറ്റു 40. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഈക്വൽ ആണ്. നമുക്ക് വേണ്ടത് ഈക്വൽ അല്ലാത്തതാണ്. നന്നായി ശ്രദ്ധിച്ചിട്ട് എക്സാം എഴുതാം. ഇനി അടുത്തത് 5 into 5 എന്താ?
അതെ 5 ഇൻറ്റു 5 25 ആണ്. അപ്പൊ അത് കിട്ടി. ഇനി 10 ഇൻറ്റു 40 എന്താ? 10 ഇൻറ്റു 40 സോറി 10 ഇൻറ്റു 4 എന്താ? 40 ആണ്. 10 ഇൻറ്റു 4 40 ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. കാരണം 5 ഇൻറ്റു 5 25 ആണ്, 10 ഇൻറ്റു 4 40 ആണ്. അപ്പൊ 25 ഇൻറ്റു 40 തന്നെയാണ് ഇതിന്റെ ഈക്വൽ ആവും. പക്ഷെ അടുത്ത ക്വസ്റ്റ്യനിൽ 20 ഇൻറ്റു 10 ഇൻറ്റു 0 ഇൻറ്റു 5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നും എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ ഒരാള് പുതിയൊരു ആള് നമ്മൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. അതാരാണ്? 0 ആണ്. 0 ഇൻറ്റു 1 എന്താണ് നമുക്കറിയാം? 0 ആണ്. 0 ഇൻറ്റു 20 ഇൻറ്റു 10 ഇൻറ്റു 5 ചെയ്താലും എന്ത് തന്നെ കിട്ടും? 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഈക്വൽ അല്ലാത്ത ഓപ്ഷനാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഞാൻ ബാക്കിൽ നിന്ന് സോൾവ് ചെയ്യാനോ എവിടെ നിന്നാണെങ്കിലും സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ സോൾവ് ചെയ്യാം. അപ്പൊ 5 ഇൻറ്റു 10 ആദ്യം സോൾവ് ചെയ്യാം. 5 ഇൻറ്റു 10 എന്താണ്? 50. ഇനി ആ കിട്ടിയ നമ്പറിനെ 20 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം. 50 ഇൻറ്റു 20 കൂടിയും ചെയ്യണം. അപ്പൊ നമുക്കറിയാം 0 ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് 5 ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ ആൻസർ എന്താ? 10 അല്ലേ. ഇനി 0 ക്യാൻസൽ ചെയ്തിട്ട് നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആൻസർ എന്താ കിട്ടുക? 1000. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 1000 തന്നെയാണ്. കാരണം 15 ഇൻറ്റു 40 എന്താണ് നമുക്കറിയാം? 1000 ആണ്. അപ്പൊ അങ്ങനെ ഈക്വൽ ആവുന്നത് 3 ഓപ്ഷനാണ്. ഈക്വൽ അല്ലാത്തതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ സി ആണ്. അതിന്റെ ആൻസർ വരിക സി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ ഒരു ബോക്സിൽ നമ്മളിപ്പോ നിൽക്കുക എന്ന് വിചാരിക്കും. നമ്മൾ എവിടേക്കൊക്കെ നോക്കും? ടോപ്പിലേക്കും ലെഫ്റ്റിലേക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അതിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോപ്പിലെയും ലെഫ്റ്റിലെയും നമ്പേഴ്സ് ഒന്ന് നോക്കും, കൺസിഡർ ചെയ്യും അല്ലെ. അപ്പൊ ടോപ്പിലെ നമ്പർ 10 ആണ്, ലെഫ്റ്റിലെ നമ്പർ 10 ആണ്. 10 ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടും. അതേപോലെ ഇവിടെ നമുക്ക് 10 കാണാനിട്ട്. ആ 10 എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലത്തെ നമ്പർ ആണ് അല്ലെ. ഇനി നമ്മൾ എവിടെ നമ്പർ എഴുതേണ്ടത്? ടോപ്പിലെ നമ്പർ അല്ലെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സൈഡിലേക്കും ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ലെഫ്റ്റിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെ ഉണ്ടാവും? തന്നെ ഇതാ റൈറ്റിൽ കാണാം. അപ്പൊ അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ 10 ഇൻറ്റു എന്ത് ടോപ്പിലെ നമ്പർ ആയിട്ടുള്ള 5 ചെയ്യുമ്പോൾ 10 ഇൻറ്റു 5 ആണ് എന്ത് ഇവിടെ വരിക. ആ ഡാഷില് 5 ആണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ നോക്കുമ്പോൾ 3a ലെഫ്റ്റില് 3 ഉണ്ട്, ടോപ്പില് 10 ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വരിക? ആ ഡാഷില് 3 വരും അല്ലെ. 3 ഇൻറ്റു 10. ദെൻ ഇവിടെ നോക്കുമ്പോൾ ടോപ്പിൽ ഈ ബോക്സിലാണ് ഇപ്പൊ ഞാൻ നിൽക്കണമെന്ന് വിചാരിക്കുക, നമ്മൾ നിൽക്കണമെന്ന് വിചാരിക്കുക. ടോപ്പിക്ക് നോക്കുമ്പോൾ 5ഉം ലെഫ്റ്റിക്ക് നോക്കുമ്പോൾ 3ഉം. അപ്പൊ 3 ഇൻറ്റു 5 കറക്റ്റ് ആണ്. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ ആ ഈ രീതിയിൽ സോൾവ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 5ഉം ഇവിടെ 3ഉം ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. 10 ഇൻറ്റു 5 50 ആണ്. അടുത്തത് 15 ഇൻറ്റു 0 0 ആണ് കേട്ടോ. അപ്പൊ അത് വളരെ ഈസി ആയിട്ടുള്ള ഗസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും നമുക്കറിയാം റെക്ടാങ്കിൾ മെത്തേഡ് തന്നെയാണ്. മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. കുറെ നമ്പേഴ്സ് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണേണ്ടത് പ്രൊഡക്റ്റ് ആണ്. കമ്പ്യൂട്ട് ദി ഫോളോയിങ് വേ. ഈ പറയുന്ന വേയിലൂടെ അതെന്ത് ചെയ്യണം? 36 ഇൻറ്റു 17 ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ഒരാള് ആദ്യം കാണണം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ് എന്തായിരുന്നു? ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടേക്ക് നോക്കണം? ടോപ്പിലേക്ക്, എല്ലാ സൈഡിലേക്ക് നോക്കാം. അപ്പൊ ടോപ്പിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട് നമ്പേഴ്സ്. അത് ഏത് നമ്പേഴ്സ് ആണ്? ആ രണ്ടും 30 ഇൻറ്റു 10 ആണ്. 30 ഇൻറ്റു 10 ആണ്. അപ്പൊ ആദ്യത്തെ കിട്ടി. ഇനി ഈ ബോക്സിൽ നിന്നിട്ട് ടോപ്പിലേക്കും എന്റേക്ക് നോക്കാം. അപ്പൊ ടോപ്പില് 6ഉം ലെഫ്റ്റില് 10ഉം ആണ്. അപ്പൊ 10 ഇൻറ്റു 6. അപ്പൊ സാർ ഇവിടെ എഴുതാം 30 ഇൻറ്റു 10 300 ആയിട്ട് കിട്ടും. ഓക്കെ, 300 കിട്ടി. ശരിയല്ലേ? ഇനി 10 ഇൻറ്റു 6 എന്താ? 16 കിട്ടും. ശരി. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കുമ്പോൾ ടോപ്പിൽ ഈ ഇവിടെ നിന്നിട്ട് ടോപ്പിക്ക് നോക്കുമ്പോൾ 30ഉം 7ഉം കിട്ടുന്നുണ്ട്. 30ഉം 7. അപ്പൊ 30 ഇൻറ്റു എന്ത് വരും സാറിന്? 7. 30 ഇൻറ്റു 7 3 ഇൻറ്റു 7 എന്താ? 21 അല്ലെ. 21 ഒരു 0 കൂടി ആഡ് ചെയ്യും. ഇതേപോലെ അടുത്ത നമ്പർ നോക്കുമ്പോൾ ഈ ടോപ്പില് 6 കാണാനുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടോപ്പിൽ 6ഉം
7 അപ്പൊ 6 × 7 42 ആണ്. അപ്പൊ ആൻസർ 42 ആണ്. ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് എല്ലാം 0 ആണ്, ഒരു 2 ഉണ്ട്. അപ്പൊ 2 ആൻസർ. ഇനി ഇവിടെ നോക്കുമ്പോൾ 0 6 1 6 × 1 6 + 1 ഇൻറ്റു അല്ല +1 7 7 + 4 11 ആണ് അല്ലേ. 1 ബാലൻസ് വരുന്നുണ്ട്. 1 അവിടെ എഴുതാം, റിമൈൻഡർ വരും. 1 എഴുതാം. 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 612 ആണ്. 612 ആണ്. ഓക്കെ, 612 ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതേപോലെ ഈ മെത്തേഡ് നമുക്ക് തന്നിരിക്കുന്ന മെത്തേഡിലൂടെ തന്നെ പോകണം. ആ മെത്തേഡിന്റെ പേരെന്തായിരുന്നു? റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അപ്പൊ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് 117 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതൊരു നമ്പർ ഉണ്ട്, മൾട്ടിപ്ലൈ 117 ബൈ എ നമ്പർ. ആ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ ബോക്സ് ഈ ഒരു ടേബിളിലുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ടോപ്പിലുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് കാണാം. നമ്മൾ ടോപ്പിലുള്ള നമ്പർ എന്ന് പറയാറുണ്ടല്ലോ അല്ലെ. അപ്പോ ലെഫ്റ്റിലുള്ള ഒരു നമ്പറും കാണാനും ഇല്ല. അപ്പൊ നമ്മൾ എവിടേക്ക് ജമ്പ് ചെയ്യുക? നമ്മളിതൊരു പസില് പോലെ അല്ലെങ്കിൽ ഒരു ഗെയിം പോലെയൊക്കെ സോൾവ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഞാൻ ഇവിടേക്കൊന്ന് ജമ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 1000 കാണാനുണ്ട്. 1000 എന്ന് പറയുന്നത് ടോപ്പിലുള്ള നമ്പറും ലെഫ്റ്റിലുള്ള നമ്പറും കൂടിയിട്ട്, ടോപ്പിലുള്ള നമ്പർ 100ഉം ലെഫ്റ്റിലുള്ള നമ്പറും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 1000 അല്ലെ, 1000 കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നമ്പർ നമുക്ക് അറിയൂല. നമുക്കറിയാം 100 × 1 എന്താണ്? 100 ആണ്. നമുക്ക് കിട്ടേണ്ടത് 1000 ആണ്. അപ്പൊ എങ്ങനെ അത് കിട്ടും? 100 പോരാ, അപ്പൊ ഒരു 0 കൂടി വേണം അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് 100 × 100 10 ടൈംസ് സോൾവ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 1000. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 100 × 10 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 1000. ഗോട്ട് ഇറ്റ്? 1000. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി, ഇവിടുത്തെ ആളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണത്? 10. ഓക്കെ, അപ്പൊ 10 ആണെന്ന് കിട്ടി. ഇവിടുത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആളെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇത് ടോപ്പിലുള്ള നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടോപ്പിലുള്ളതും ലെഫ്റ്റിലുള്ള നമ്പറും നമുക്ക് അറിയാം അല്ലെ. അപ്പൊ 10 × എന്തെന്ന് എഴുതാം? 10 × 10 എന്ന് എഴുതാം. ആൻസർ 100. ഓക്കെ, ഇനി അടുത്തതിലേക്ക് ഇവിടെ നമ്മൾ ജമ്പ് ചെയ്തെത്തി. ഇവിടുന്ന് ടോപ്പിലേക്കും ലെഫ്റ്റിലേക്കും നോക്കാം. ലെഫ്റ്റിൽ 10 കാണാനുണ്ട്, ടോപ്പില് 7 കാണാനുണ്ട്. അപ്പൊ 7 × 10 ആണ് ഇവിടെ എന്ത് വരിക? ആൻസർ വരിക 70 വരും. നമുക്ക് ടോട്ടൽ ആൻസർ അല്ല വേണ്ടത്, ഇത് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഈ മെത്തേഡ് അറിയാത്തവർക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ എവിടേക്കും ജമ്പ് ചെയ്യേണ്ടത്? അടുത്ത നമുക്ക് അറിയുന്ന നമ്പറിലേക്ക് അല്ലെ. അടുത്ത അറിയുന്ന നമ്പർ ഏതാ? 70 ആണ്. നമുക്കറിയാം, ശരിയല്ലേ? 70 എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 70 കിട്ടിയിട്ടുണ്ട് മുമ്പ്. എങ്ങനെ കിട്ടിയത്? 7 × 10 ചെയ്തിട്ട് അല്ലെ. 7 × 10 ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 70 കിട്ടിയിട്ടുള്ളത്. ഇനി ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും 7 തന്നെ കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ 7 × ലെഫ്റ്റിൽ ഒരു നമ്പർ തന്നിട്ടില്ല. അപ്പൊ 7 × എന്ത് ചെയ്താലാ 70 കിട്ടുക? യെസ്, 10. 7 × 10 ചെയ്യുമ്പോഴാണ് 70 കിട്ടുക. അപ്പൊ ഇവിടുത്തെ നമ്പറും നമുക്ക് പോസിബിൾ ആയിട്ട് കിട്ടി, ശരിയല്ലേ? ഇവിടുത്തെ നമ്പറും കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടേക്ക് ജമ്പ് ചെയ്യുക. ഇവിടെ ജമ്പ് ചെയ്യുമ്പോൾ ടോപ്പിൽ 10ഉം ലെഫ്റ്റിൽ 10ഉം ആണ് അല്ലെ. അപ്പോ 10 × 10 100 കിട്ടും, ശരിയല്ലേ? 100 കിട്ടി. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ ബോക്സിലേക്ക് ജമ്പ് ചെയ്യുക. ഈ ബോക്സിൽ ജമ്പ് ചെയ്യുന്ന സമയത്ത് ടോപ്പിലും ലെഫ്റ്റിലും എന്താണ്? ടോപ്പിൽ 100, ലെഫ്റ്റിൽ 10ഉം. അപ്പൊ 1000 തന്നെ വീണ്ടും കിട്ടും, ശരിയല്ലേ? അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്ക് ജമ്പ് ചെയ്യുക? അടുത്ത ബോക്സിൽ നമുക്ക് അറിയുന്ന ഒരു ബോക്സ് ഉണ്ട്. അതും ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ വന്നേക്കണം അല്ലെ. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന ഓർഡറിൽ തന്നെ. അപ്പൊ ഇവിടുന്ന് എവിടേക്ക് ജമ്പ് ചെയ്യുള്ളൂ? ഇവിടേക്ക്. അപ്പൊ അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ 200 കിട്ടണം.
അങ്ങനെയാണെങ്കിൽ ക്ലൂ തന്നിട്ടുണ്ട്. ടോപ്പിലുള്ള നമ്പർ എത്രയാ? 100 ആണ്. അപ്പൊ 100 ഇൻറ്റു എന്ത് ചെയ്താലാ 200 കിട്ടുക? നമുക്കറിയാം 1 ഇൻറ്റു എന്ത് ചെയ്താലാ 2 കിട്ടുക? 1 ഇൻറ്റു ഏത് നമ്പർ ചെയ്യുമ്പോഴാ 2 കിട്ടുക? 1 ഇൻറ്റു 2. ഇവിടെ 2 ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുമോ 100 ഇൻറ്റു 2? 100 ഇൻറ്റു 2 എന്ത് തന്നെയാണ്? 200 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 2. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2. ഇനി അടുത്ത ബോക്സിലേക്ക് ജമ്പ് ചെയ്തു. ഇവിടുന്ന് ടോപ്പിലേക്ക് നോക്കണം. 10 ഉണ്ട്. ലെഫ്റ്റിൽ നോക്കുമ്പോൾ 2 ഉണ്ട്. അപ്പൊ 10 ഇൻറ്റു 2 20 കിട്ടി. ഇതേപോലെ അടുത്ത ബോക്സിലേക്ക് ജമ്പ് ചെയ്യുന്നു. അടുത്ത ബോക്സിൽ 7 കാണാനുണ്ട്. ടോപ്പില് ലെഫ്റ്റിലാണെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്? 2 കാണാനുണ്ട്. അപ്പൊ ആൻസർ എന്താ വരിക? 14. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് സോൾവ് ചെയ്തെടുക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉണ്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് കണ്ടുവരുന്നുണ്ട്. ന്യൂ പാറ്റേണിൽ വരുമോ എന്നുള്ളത് പറ്റില്ല. പക്ഷെ ഈ ഒരു പാറ്റേണും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദ ഗിവൻ ദാറ്റ് 4 into 5 is equal to 20. അപ്പൊ 4 into 5 നമുക്ക് തന്നിട്ടുണ്ട്. 4 into 5 എത്രയാണ്? 20 ആണ്. കമ്പ്യൂട്ട് ദി ഫോളോയിങ് പ്രൊഡക്റ്റ് ഇൻ യുവർ ഹെഡ്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇത് ഞാൻ ഈസി ആക്കി തന്നതാണ്. പക്ഷെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് അത് ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ സാറിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നു മാത്രം. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് 4 into 5 ആണ്. ആൻസർ എന്താണെന്ന് അറിയാം? 20. ഓക്കെ, അത് അവർ തന്നതാണ്. ഇനി കുട്ടികൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 4, ഇനി നമുക്ക് കാണേണ്ടത് 4 into 6 ആണ്. അപ്പൊ 4 ഇവിടെയും എന്ത് ചെയ്തിട്ടില്ല? 4ന് ചേഞ്ച് വന്നിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ 5 ടൈംസ് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് കട്ട് ഇട്ട് കേട്ടോ. ആദ്യം കൺസെപ്റ്റ് അറിയണ്ടേ? അപ്പൊ അത് പറഞ്ഞുതരാം. ഇവിടെ നോക്കുമ്പോൾ 5 ടൈംസ് 4 ആഡ് ചെയ്ത് പോയിക്കാണ് അല്ലെ? 4 plus 4 plus 4 plus 4 plus 4 plus 4 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 times 4 എന്നാണ് ഇതിന്റെ മീനിങ്. 5 പ്രാവശ്യം 4 ആഡ് ചെയ്ത് വന്നേക്കുന്നു. മലയാളത്തിൽ പറയുമ്പോൾ അത്രയേ ഉള്ളൂ. 5 പ്രാവശ്യം 4 എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തേക്കാണ്. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് 5 പ്രാവശ്യം ആഡ് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 6 പ്രാവശ്യം ആഡ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ ഏതുവരെ എത്തിയിട്ടുണ്ട്? 5 വട്ടം 4 ആഡ് ചെയ്തിട്ടുണ്ട്. 5 ടൈംസ് ഞാൻ 4 റിപ്പീറ്റഡ്ലി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടത് 6 പ്രാവശ്യം 6 പ്രാവശ്യം ആഡ് ചെയ്യണം എന്നാ പറഞ്ഞു. അപ്പൊ 5ന്റെ കൂടെ 6 ആവാൻ 5 6 ആവാൻ എത്ര വേണം? എത്ര 4 വേണം? ഉറപ്പായിട്ടും ഒരൊറ്റ 4 മതി. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ നോക്കുക. 4 into 5 എന്ന് തന്നിട്ടുള്ളത് 4 into 6 കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു 4ന് ചേഞ്ച് ഇല്ല. അപ്പൊ 4 ആണ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് മൈൻഡിൽ വെക്കുക. 4 ആണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന നമ്പർ. ഓക്കെ, റിപ്പീറ്റഡ് അഡീഷൻ ആണല്ലോ. റിപ്പീറ്റഡ് അഡീഷൻ ആണ് വരുന്നത്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന നമ്പർ 4 ആണ്. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇവിടെ നമ്മൾ 5 പ്രാവശ്യം ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 6 പ്രാവശ്യം ആഡ് ചെയ്യണം. ഇനി 5ഉം ഈ 6ഉം ഇല്ലേ, അതൊന്ന് മൈനസ് ചെയ്യാം. 5 ഇവിടെ കൂടുകയാണോ ചെയ്തേ കുറയുകയാണോ ചെയ്തേ? കൂടുകയാണ്. അപ്പൊ അതിന്റെ ഏരോ വരയ്ക്കാം, ഒരു ഏരോ വരയ്ക്കാം. എന്നിട്ട് 5 6 ആയിട്ടുണ്ട്. അപ്പൊ 6ൽ നിന്ന് 5 അങ്ങ് മൈനസ് ചെയ്യാം. അപ്പൊ ആൻസർ എന്താ വരിക? 1. ഓക്കെ, ഇവിടെ 5 4 ഉണ്ടായിരുന്നു, ഇവിടെ 6 4 ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 6യുടെ ഒപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസറിന്റെ കൂടെ 20യുടെ ഒപ്പം ഒരു 4 കൂടി ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. ഗോട്ട് ഇറ്റ്? അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? 4 into 5 എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 6 പ്രാവശ്യം ആഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ഒരു 4ഉം കൂടിയും ഒരു 1 time 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 plus 4 24 കിട്ടും. ഇതേപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 4 into 5ഉം 2 into 5ഉം കാണാനുണ്ട്. അപ്പോൾ സെയിം ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തരാം സാറ്. സെയിം ആയിട്ടുള്ള നമ്പർ അണ്ടർലൈൻ ചെയ്യാം. സെയിം ആയിട്ടുള്ള നമ്പർ ഏതാ? 5 ആണ്. ഓക്കെ, അപ്പൊ 5 ആദ്യത്തേൽ 4 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര പ്രാവശ്യം ആഡ് ചെയ്താൽ മതി? ശരിക്കും നമുക്ക് എത്ര പ്രാവശ്യം ആഡ് ചെയ്യേണ്ട ആൻസറാ വേണ്ടത്? 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ള ആൻസറാ വേണ്ടത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 20യുടെ കൂടെ എത്ര 5 മൈനസ് ചെയ്യണം?
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു. ഈ 4ഉം 2 എന്ത് ചെയ്താൽ മതി, ഒന്ന് മൈനസ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ആൻസർ എന്താ, സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സാർ ഇവിടെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട് 2. ഇവിടെ 4 ഉള്ളത് ഇനി എത്ര മതി, 2 ടൈംസ് ചെയ്താൽ മതി. അപ്പൊ ഇത് റെഡ്യൂസ് ചെയ്യുക ചെയ്തേ. അപ്പൊ അതിന്റെ ഏരോ എന്ന് പറയുന്നത് എന്താണ്, താഴത്തേക്കാണ് അല്ലെ. അപ്പൊ അതിന്റെ ഏരോ എന്ന് പറയുന്നത് താഴത്തേക്കാണ്. എത്ര റെഡ്യൂസ് ചെയ്യണം, 2 റെഡ്യൂസ് ചെയ്യണം. 2 എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഒന്നുകൂടി പറയാം. ആദ്യം ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ളത് എടുത്തെഴുതുക. നമുക്കറിയാം 20 കിട്ടിയിട്ടുണ്ട്. 2 ടൈംസ് 5 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 5 ആണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ 5 ആണ്. ഇവിടെ 4 ടൈംസ് 5 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ടൈംസ് ആഡ് ചെയ്താൽ മതി, അത്ര ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ റെഡ്യൂസ് ചെയ്താൽ മതി എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര റെഡ്യൂസ് ചെയ്യണം, 4 മൈനസ് 2 റെഡ്യൂസ് ചെയ്യണം. 4 മൈനസ് 2 എത്രയാ, 2. 2 ടൈംസ് 5 റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതാണ്, ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യമാണ് പറയുന്നത്. 2 ടൈംസ് 5 എന്ന് പറയുമ്പോൾ 10. അപ്പൊ 20യിൽ നിന്ന് 10 മൈനസ് ചെയ്താല് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, തിങ്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കറിയാം. നമുക്ക് തന്നിട്ടുള്ളത് 4 × 5 ആണ്. ആൻസർ 20 ആണ്. അപ്പോ നമുക്ക് തന്നിട്ടുള്ളത് 4 × 5 ആണ്. ഓക്കെ, 4 × 5 പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പറയാം 4 ടൈംസ് 5 ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ടൈംസ് 4 ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതിൽ ക്ലൂ വെച്ചിട്ട് 4ഉം 4ഉം അല്ലെ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 4നെയാണ് റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അസ്യൂം ചെയ്യാം. അപ്പോ കാരണം 4 സെയിം ആണ്, മാറ്റം വന്നിട്ടില്ല. പിന്നെ മാറ്റം വന്നിട്ടുള്ളത്, ആദ്യം ഞാൻ 4നെ 5 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം, 7 പ്രാവശ്യം ആഡ് ചെയ്യണം. 5 പോരാ, ഒരു 2 ടൈംസും കൂടി 2 ടൈംസ് 4ഉം കൂടി ആഡ് ചെയ്യണം. 2 ടൈംസ് 4ഉം കൂടി ആഡ് ചെയ്യണം. 2 ടൈംസ് 2 എവിടെ കിട്ടിയത്, 7ഉം 5ഉം മൈനസ് ചെയ്തിട്ട് 7 മൈനസ് 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2. അപ്പൊ 2 ടൈംസ് 4 കൂടി എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി, 2 ടൈംസ് 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്നാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 20 + 8 28. ഓക്കെ, ഈ രീതിയിൽ ഭംഗിയാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കാം. 4 × 2 തന്നതാണ്. 4 × 2 തന്നിട്ടുണ്ട്. 4 × 5 തന്നിട്ടുണ്ട്. 2 അല്ല, 4 × 5 തന്നിട്ടുണ്ട്. 20 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്, യെസ് 4 × 4 ആണ്. അപ്പോ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്, ആഡ് ചെയ്യേണ്ട നമ്പർ 4 ആണ്. ആഡ് ആണോ അതോ എന്താണ് സബ്സ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4 × 5 ചേഞ്ച് നോക്കാം. ഓക്കെ, ഇവിടെ 5 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 4 പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിവിടെ റെഡ്യൂസ് ചെയ്തേക്കാണ് അല്ലെ. അപ്പൊ സിമ്പിൾ എന്താണ് വരിക, താഴത്തേക്ക് ഒരു എയറോ വരയ്ക്കും. ഇനി എത്ര പ്രാവശ്യം, എത്ര റെഡ്യൂസ് ചെയ്തനു, എത്രയാണ് റെഡ്യൂസ് ചെയ്തേക്കണേ, എത്ര ടൈംസ്, 1 ടൈംസ്. അതെങ്ങനെ കിട്ടിയത്, 5 മൈനസ് 4 1 ആണ്. അപ്പോൾ 1 ടൈംസ് 4 ആണ് ഈ ഒരു തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 20 - 4 ആണ് ആൻസർ. ആൻസർ 16. അടുത്ത ദിവസം എനിക്ക് പോവാം. 4 × 5 ആൻസർ 20 തന്നിട്ടുണ്ട്. ഇനി 5 × 6, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോക്കുമ്പോൾ 5നും ഇവിടെയും 5 ആണ്. അപ്പൊ 5 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ ആദ്യത്തേല് നമുക്ക് 4 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ളൂ. 5ന് 4 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് 6 പ്രാവശ്യം ആഡ് ചെയ്യണം. നമുക്കിതിനെ 6 പ്രാവശ്യം ആഡ് ചെയ്യണം, 6 ടൈംസ് ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 4 പ്രാവശ്യം ആഡ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇനി എത്രയും കൂടി ആഡ് ചെയ്താൽ മതി, ഒരു 2 ടൈംസ്. എങ്ങനെ കിട്ടി, 6 - 4 2. അപ്പൊ ഒരു 2 ടൈംസ് എന്താ ആഡ് ചെയ്യണം, 5ഉം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ 20 + 2 ടൈംസ് 5ഉം കൂടി ആഡ് ചെയ്യും. അപ്പൊ ആൻസർ 20 + 2 ടൈംസ് 5 10 അല്ലേ, ആൻസർ 30. ഓക്കെ, ഗോട്ട് ഇറ്റ്. ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഈസി അല്ല, ഈ രീതിയിൽ തന്നെ പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറെ സമയം കളയെടുത്ത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഈ ഒരു കോൺസെപ്റ്റ് എന്റെ മക്കൾക്ക് കിട്ടണം. ഓക്കെ,
അപ്പോൾ ഞാനത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. 2 × 25 = 600. ഇനി എനിക്ക് ചിലപ്പോൾ എക്സാമിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കാം. 25 × 26 = ബോക്സ് പ്ലസ് ബോക്സ് ഒരു ബോക്സ്, വലിയ ബോക്സ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ സാറ് പറഞ്ഞേ, സെയിം നമ്പേഴ്സ് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഏത് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്യണത്, എത്ര പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി എത്രയും കൂടി ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ വെക്കുക, കൊണ്ടുവരിക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 25 ഇവിടെ കാണാണ്ട്, ഇവിടെ 25. അപ്പൊ ഞാൻ ആഡ് ചെയ്ത് വരുന്നത് ഏത് നമ്പറിനെയാണ്, 25നെയാണ്. എത്ര പ്രാവശ്യം ആഡ് ചെയ്ത് വന്നു, ഓ കഷ്ടപ്പെട്ടിട്ട് ഞാൻ 24 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിനി എന്ത് ചെയ്യണം, ഒരു എത്രയോ പ്രാവശ്യം കൂടി ആഡ് ചെയ്യണം. അത് എത്രയോ പ്രാവശ്യം കൂടി ആഡ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക, ഇവിടെ 24 ഉള്ളത് ഇവിടെ അത് എത്തുമ്പോൾ എന്തായി മാറിയിട്ടുണ്ട്, 26 ആയിട്ടുണ്ട്. അപ്പൊ 26 എന്ത് ചെയ്താൽ മതി, 24 അങ്ങ് മൈനസ് ചെയ്താൽ മതി, ആൻസർ 2. അപ്പൊ ഒരു 2 ടൈംസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, 25നെ ആഡ് ചെയ്യണം. അപ്പൊ ആൻസർ എന്താ വരിക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 600 ആണ്. അപ്പൊ ഈ 600ന്റെ ഒപ്പം 2 ടൈംസ് 25 കൂടി ആഡ് ചെയ്യണം. ആൻസർ 50 അല്ലേ, 2 ടൈംസ് 25 എന്ന് പറയുമ്പോൾ 50 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 650. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം എനിക്ക് ഇതേപോലെ പോവാം. നിങ്ങൾക്കത് ആദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം സാറിന്റെ വീഡിയോ കാണാം. അടുത്ത ദിവസം എനിക്ക് പോവാം. 24 × 25 അവർ തന്നിട്ടുള്ളതാണ്, അത് എഴുതുന്നു. ഏത് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്ത് എഴുതി വെക്കണം. സോറി, ഇതല്ലല്ലോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 22 × 25 ആണ് അല്ലെ. ഏത് നമ്പറാണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 25 ആണ് ആഡ് ചെയ്ത് വന്നത്. എത്ര പ്രാവശ്യം ആഡ് ചെയ്തു, 24 ടൈംസ് ആഡ് ചെയ്തു. ഓ കഷ്ടപ്പാട് തന്നെ. ഇനി നമുക്ക് അവർ പറഞ്ഞതേ 22 ടൈംസ് 25 മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഈ 24 ടൈംസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലടാ, നീ എന്തിനാണ് 25 ടൈംസ് ആഡ് ചെയ്തത്, എനിക്ക് എത്ര മതി, 22 ടൈംസ് മതി. അപ്പൊ അത് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം, 25 എത്ര ടൈംസ് കുറയ്ക്കണം, നമുക്ക് 24 മൈനസ് 22 ചെയ്താൽ ആൻസർ കിട്ടുക 2. അപ്പൊ 2 ടൈംസ് 25 എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ ആൻസർ 50. ഏതെന്ന് കുറയ്ക്കണം, 600 50 കുറയ്ക്കണം. ആൻസർ 550. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ 24 × 25 ആൻസർ 600. ഇനി 22 അല്ല നമുക്ക് വേണ്ടത്, 24 ടൈംസ് 27. അപ്പൊ നമുക്ക് സെയിം നമ്പർ, ഏത് നമ്പറാണ് ഇപ്പൊ ആഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 24 ആണ് ആഡ് ചെയ്തിട്ട് വന്നിരുന്നത്. എത്ര പ്രാവശ്യം ആഡ് ചെയ്തു എന്നുള്ളത് നോക്കാൻ അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ ഏതാണ്, 25 ടൈംസ് 24 ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എത്രയും കൂടി ആഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 24 ആണോ മൈനസ് ചെയ്യുക, അല്ല 27 മൈനസ് ഒന്നുകൂടി ചെയ്താ, വെയിറ്റ് ഒന്നുകൂടി 27 മൈനസ് 25 ചെയ്യും. ആൻസർ 2. ഒരു 2 ടൈംസ് എന്ത് ചെയ്യണം, 2 ടൈംസ് 24 അല്ല ആഡ് ചെയ്ത് തരണേ. അപ്പൊ 24 കൂടി ആഡ് ചെയ്യാണോ കുറയ്ക്കുകയാണോ ചെയ്യണേ, ആഡ് ചെയ്യുക അല്ലെ, കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചേ, കുറയ്ക്കുക. അപ്പൊ 2 ടൈംസ് കുറയ്ക്കുകയാണോ വേണ്ടത്, അല്ല കൂട്ടുക. കാരണം 25 ഉള്ളത് 27 ആക്കണം. ഓക്കെ, 25 ടൈംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 27 ആക്കണമെങ്കിൽ എത്ര ടൈംസും കൂടി ആഡ് ചെയ്യണം, എത്ര ടൈംസ് 24 ആഡ് ചെയ്യണം, 2 ടൈംസും കൂടി ആഡ് ചെയ്യണം. 2 ടൈംസ് 24 ആഡ് ചെയ്യുക. ആൻസർ 48 ആണ്. അപ്പോൾ 600ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ആൻസർ 648. ഇതേപോലെ ചെയ്തിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 24 ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലായി 25 ടൈംസ് ഞാൻ 24 ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്കിനി റെഡ്യൂസ് ചെയ്യാണോ ഇൻഡ്യൂസ് ചെയ്യാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 25ഉം 24ഉം കൂടിയിട്ട് മൈനസ് ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടി 1.
അത് റെഡ്യൂസ് ആവുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 25 24 ആയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? കുറയ്ക്കുന്നു അല്ലെ, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ റെഡ്യൂസ് ചെയ്തു. എത്ര ടൈംസ് റെഡ്യൂസ് ചെയ്തു? 1. അതെങ്ങനെ കണ്ടുപിടിച്ചു? 25 24 മൈനസ് ചെയ്തു 1. ഇനി ആ 1 ഏത് നമ്പറാ റെഡ്യൂസ് ചെയ്യേണ്ടത്? 24 അല്ലെ, 24 അല്ലേ ആഡ് ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ കുറയ്ക്കേണ്ടതും 24 തന്നെയാണ്. അപ്പൊ 24 1 ടൈംസ് റെഡ്യൂസ് ചെയ്താൽ മതി. ഏത് നമ്പറിൽ നിന്ന്? നമുക്ക് കിട്ടിയിട്ടുള്ള 600 നിന്ന് റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ 576. നമ്മൾ പറഞ്ഞു പോവാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ 24 × 15 ആണ്. 24 × 15 എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട് 360 തന്നിട്ടുണ്ട്. 360 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ തന്ന കാര്യം ഒന്ന് എടുത്തെഴുതി. ഇനി നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് 240 × 10. അപ്പൊ 2 ഡിജിറ്റും ഇതിൽ ചേഞ്ച് ആണ് അല്ലെ. 24 240 ആയിട്ടുണ്ട്. 15 എന്നുള്ളത് 10 ആക്കണം. അപ്പൊ ഒരാളെ ആദ്യം ചേഞ്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 24 ആണ്. 24നെ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ 24 എങ്ങനെ ചേഞ്ച് ചെയ്യുക? 24 × ഏതോ ഒരു നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? 240 ടൈംസ് ചെയ്യുമ്പോഴാ 10 ടൈംസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 240. നമുക്കറിയാം 1 × 10 ചെയ്യുമ്പോൾ 10, 1 10 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 10, 2 ടൈംസ് 10 ചെയ്യുമ്പോൾ 20 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 24 × 10 കഴിയുമ്പോഴാണ് 240 കിട്ടുക. ഓക്കെ, അപ്പൊ അത് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് പ്ലാൻ. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് പ്ലാൻ? യെസ്, അതവിടെ സോൾവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതവിടെ ചെയ്ത് വെക്കാം. 24 × 10. എന്നിട്ട് ഇനി ചേഞ്ച് ചെയ്യേണ്ട ആള് 10 ആക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 240 ആയി. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആരെന്നെ മാത്രമാണ്? ഈ തന്നിട്ടുള്ള ആളെ സോൾവ് ചെയ്യണം അല്ലെ. 240 × 15 എന്താ നമുക്കറിയണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 24 × 15 360 ആണ്. അപ്പോൾ ഇവിടെ ഒരു 0 ആഡ് ചെയ്തിട്ടുള്ളൂ. ആ 0 മൈൻഡ് ചെയ്യാതെ വെച്ചാലും നമുക്ക് എന്ത് കിട്ടും? 360 ആണ്. അപ്പോൾ ഇനി 0 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 360യുടെ കൂടെ ഒരു 0 ആഡ് ആവും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, കുറെ ടൈംസ് ആയിട്ട് പറയുന്നു. എൻ്റെ ഉള്ള 0 മൈൻഡ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ഇൻറ്റു ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഇവിടെ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക 3600 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ 15 10 കാണാനുണ്ട് അല്ലെ. 15 10 കാണാനുണ്ട്. 15 എന്നുള്ളത് എന്തായി മാറി? 10 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏത് നമ്പറിനെ റെഡ്യൂസ് ചെയ്തത്? 240നെ. ഓക്കെ, എത്ര ടൈംസ് റെഡ്യൂസ് ചെയ്തു എന്ന് അറിയാൻ 15 - 10 ചെയ്താൽ മതി, 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 240 × 15 എന്ന് പറയുന്നത് 3600 എന്ന് കിട്ടും. 3600 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത് ഏത് നമ്പറാണ്? 240നെയാണ്. അങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞിരുന്നു 240 റിപ്പീറ്റ് ആയിട്ട് 2 സ്ഥലത്തും വന്നു അല്ലെ. അപ്പൊ 240 ആണ് ഇവിടെ റെഡ്യൂസ് ചെയ്യേണ്ടത്. എത്ര ടൈംസ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ആണോ ഇൻഡ്യൂസ് ആണോ? റെഡ്യൂസ് ആണ്. കാരണം 15 എന്നുള്ളത് എന്തായി മാറിയിട്ടുണ്ട്? 10 ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. എത്ര ടൈംസ് എന്നുള്ളത് അറിയണം. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 15 10 കൂടിയിട്ട് ഒന്ന് മൈനസ് ചെയ്യും. അപ്പൊ 5 കിട്ടും അല്ലെ. അപ്പൊ 5 ടൈംസ് 240 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1200 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നിന്ന് 1200 റെഡ്യൂസ് ചെയ്യും. അപ്പൊ ആൻസർ കിട്ടുക 2400 ആണ്. 2400 ആണ്. നന്നായി നോക്കിക്കോളൂ. 2000 ആണ്. 2400 കിട്ടും. കിട്ടിയല്ലോ? ശരി. അപ്പോ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ തന്നിരിക്കുന്ന ആളെ വീണ്ടും എടുത്ത് എഴുതണം. ഓക്കെ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, കാരണം ഇനി അടുത്ത നമ്പർ അടുത്ത് നോക്കുമ്പോൾ 15ലാണ് എന്ത് വരുന്നത്? നമ്മൾ ആഡ് ചെയ്ത് തന്നെ 15 ആണ് ആഡ് ചെയ്ത് വരുന്നത്. എത്ര ടൈംസ് ആഡ് ചെയ്ത് വരുന്നത്? 24 ടൈംസ്. അപ്പൊ നമുക്ക് കിട്ടുക 360 കിട്ടും. ഓക്കെ, ഇനി 24ഉം 25 ആയിട്ടുണ്ട്. 24 എന്നുള്ളത് എന്തായി മാറിയിട്ടുണ്ട്? 25 ആവുന്നുണ്ട്. അപ്പോൾ 24 25 ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ആവാണ്, ആഡ് ആവാം. അപ്പൊ ഏഴാം മാർക്ക് മോളിക്ക്.
എത്ര ടൈംസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മൈനസ് ചെയ്താൽ മതി. 25 മൈനസ് 24 1 ആണ്. അപ്പോൾ 1 ടൈംസ് 15 ഒന്ന് ഇൻഡ്യൂസ് ചെയ്തേക്കാണ്. ഓക്കെ, കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ 360 നിന്ന് 15 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടും കേട്ടോ. ഇനി ഇതേപോലെ 24 15 ചെയ്യുമ്പോൾ നമുക്ക് 360 അടുത്ത് എഴുതി, അത്രേ ഉള്ളൂ. ഇനി ഏത് നമ്പറാണ് ഇവിടെ കൂട്ടി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കി. അപ്പോൾ ആൻസർ 15 മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്തതിൽ 24 പ്രാവശ്യം ഞാൻ 15 ആഡ് ചെയ്തു. എനിക്ക് എത്ര വേണ്ടു? 24 പ്രാവശ്യം ആഡ് ചെയ്യേ വേണ്ട. ഇപ്പോൾ നമ്മളൊരു കുട്ടി ആഡ് ചെയ്ത് വരികയാണ്, 24 ടൈംസ് ആഡ് ചെയ്ത് വന്നിട്ട് പറയുകയാണ്, നീ എന്തിനാണ് 24 ടൈംസ് ആഡ് ചെയ്തത്? എനിക്ക് എത്ര വേണ്ടു? 23 വേണ്ടു. നീ ആ ഒരു 15 എന്ത് ചെയ്യടാ? മൈനസ് ചെയ്യടാ എന്ന് പറഞ്ഞു അല്ലെ. ആ ആഡ് ചെയ്തിരുന്ന നമ്പർ ഒന്ന് മൈനസ് ചെയ്യേ. എത്ര മൈനസ് ചെയ്യണം? 24 എന്നുള്ളത് 23 ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൈനസ് ചെയ്യണം. ഒരു 1 ടൈംസ് 15 മൈനസ് ചെയ്യണം. ഇതിൽ നിന്ന് ഈ കൂട്ടി വന്നിട്ടുള്ള നമ്പറിൽ നിന്ന് അത്രേ ഉള്ളൂ. ദെൻ സെയിം ഈ രീതിയിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 15 എന്നുള്ളതൊന്ന് മാറിയിട്ടുണ്ട്. ഏതാ ഇപ്പോൾ ആഡ് ചെയ്ത് വരുന്നത്? 24 ആണ്. ആദ്യത്തേൽ 15 ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് 15 ടൈംസ് പോരാ. ഇപ്പോൾ ഒരു കുട്ടി പറയുന്ന പോലെ നീ 15 ടൈംസ് ആഡ് ചെയ്തിട്ട് വലിയ വർത്താനൊന്നും പറയണ്ട, നമുക്ക് എത്ര ടൈംസ് വേണം? 16 ടൈംസ് വേണം. അപ്പോൾ 15 16 ആവണമെന്നുണ്ടെങ്കിൽ എത്രയും കൂടി ആഡ് ചെയ്യണം? എത്ര ടൈംസ് കൂടി ആഡ് ചെയ്യണം? 24 1 ടൈംസ് 24 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? 15 16 ആണെന്നുണ്ടെങ്കിൽ കൂട്ടുകയാണ് വേണ്ടത്. എത്ര ടൈംസ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. എന്നിട്ട് അത് ആഡ് ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടും? ആൻസർ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതുവരേക്കും ബൈ.